ഞാനൊരു അച്ഛമ്മ പുതിയതായിട്ട് അഡ്മിഷൻ വന്ന കുട്ടികൾ ഇരിക്കുന്ന ഒരു ഫീൽഡിലാണ് ഇരിക്കുന്നത്. ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ എന്തിനാ അപ്പനായിട്ട് ഇത്ര വലിയ മകന്റെ അപ്പനായിട്ട് അഭിനയിക്കണേന്നൊക്കെ ഒരു ചോദ്യം വന്നിരുന്നു. അത് നമ്മൾ ക്യാരക്ടറായി കഴിഞ്ഞാൽ അപ്പോഴും അപ്പനായി മാറുമല്ലോ. ആക്ഷൻ പറഞ്ഞ പിന്നെ നമ്മൾ അപ്പനായി നിവൃത്തിയില്ല. പോലീസ് വേഷമല്ലേ എനിക്ക് കിട്ടും. കേരള പോലീസ് ഷാജോണ്ട് കിട്ടി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതിൽ ഏതാണ് അംബാസഡർ ഏതാണ് നോബി എന്ന് പറയേണ്ടി വരും. മറുപടി പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഞാൻ കേൾക്കേണ്ടി വരും. അത് കട്ട് പറഞ്ഞേക്കണേ. അത് പേടിക്കണോ എന്തിനാടാ കമന്റ് വായിക്കായിരുന്ന പോലെ. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് വെള്ളടിക്കുന്നതോ സീറ്റ് വലിക്കുന്നതോ ഒക്കെ പറയാറുണ്ട്. സിനിമകളിൽ കാണുന്ന പോലെ റിയൽ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിക്കില്ല. ഇല്ല. ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെറൈറ്റി മീഡിയ പ്രസൻസ് ഓപ്പൺ മൈക്ക് ത്രോഹന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സോ തുറന്നു പറച്ചിലിന്റെ വേദിയിൽ ഇന്ന് വാഴ സിനിമയുടെ വിശേഷമായിട്ട് പ്രിയ താരങ്ങൾ ചേരുകയാണ്. സോ സ്വാഗതം ചെയ്യാം കോട്ടയം നസീർ, നോബി മാർക്കോസ്, ജോമൻ ജ്യോതിർ ആൻഡ് അമിത് മോഹൻ. നമസ്കാരം. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ഇരിക്കുമ്പോൾ ഒരു ഫീലിൽ ഞാൻ എവിടേക്കോ ഒരു HMയുടെ ഓഫീസിൽ വന്നിരുന്ന് ഞാനൊരു അച്ഛമ്മ പുതിയതായിട്ട് അഡ്മിഷൻ വന്ന കുട്ടികൾ ഇരിക്കുന്ന ഒരു ഫീലിലാണ് ഇരിക്കുന്നത്. ഓരോ യൂണിഫോമില് നമ്മൾ ഈ സോണൊക്കെ തിരിക്കും അല്ലെ, യെല്ലോ സോൺ, ബ്ലാക്ക്, അതുപോലെ റെഡ് ഒക്കെയാണ് നമ്മൾ കയറില്ല. അതേപോലെ ബുധനാഴ്ച ദിവസം സ്പെഷ്യൽ യൂണിഫോമിലാണ് ഇരിക്കുന്നത്. അതെ, വാഴക്കൂട്ടം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ പോലെ അല്ലെ. എവിടേക്ക് നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഇടും അല്ലെ, ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രമാണ്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ഇതുമില്ല, സാമ്യവും ഇല്ല, തോന്നുകയാണെങ്കിൽ യാദൃശ്യമാണെന്നുള്ളത്. വാഴ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, നല്ല സാമ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ബയോപിക് ഒരു വ്യക്തിയെ കഥ പറയാതല്ലാതെ അല്ലെ ബില്യൺ ബോയ്സ് എന്നുള്ള ഒരു ക്യാപ്ഷൻ, ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എവിടേക്കോ ഈ നവമാധ്യമങ്ങളിലൂടെയും കുറേയൊക്കെ ഈ കാലഘട്ടത്തിലൂടെ സംസാരിക്കുമ്പോഴായിരിക്കും വാഴ എന്നതിന് കുറേ കൂടി ഒരു ഫൺ, ഒരു നർമ്മം ചേർത്ത് വെച്ച് പറയാൻ പറ്റുക എന്നുള്ളതും വാഴയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നുള്ളതും അല്ലെ ആ തലം മാറുന്നത്. സിനിമ സംസാരിക്കുന്നതും യാഥാർത്ഥ്യത്തിൽ അത് തന്നെയാണോ ശരിക്കും? അതെ അതെ, സിനിമ സംസാരിക്കുന്നത് ബോയ്സിന്റെ കഥ തന്നെയാണ് പറയുന്നത്. അവരിലൂടെയാണ് ഈ കഥ പോകുന്നത്. അതിലേക്ക് അവരുടെ ഫാമിലിയും ഈ അച്ഛന്മാരും മക്കളും തമ്മിലുള്ള തമാശകളുണ്ട്, ഇമോഷൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പോക്കാണ് പോകുന്നത്. ഈ എപ്പോഴും ഈ സിനിമയുടെ ടൈറ്റിൽ എന്ത് പറയുന്നു, സിനിമ സംസാരിക്കേണ്ട സ്വഭാവം അത് തന്നെയാവണമെന്ന് ഒരു നിർബന്ധം പിടിക്കാൻ പറ്റില്ല അല്ലെ. ഇത് എന്ത് ടൈറ്റിൽ കൊടുക്കും, ഇത് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിന് പറ്റൊരു നിർവചനം വന്നേക്കാം. അപ്പോൾ വാഴ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലുള്ള ഒരു നിർവചനമല്ലാതെ മറ്റൊന്ന് സംസാരിക്കാൻ മലയാളക്കാരെ തയ്യാറാവേണ്ടി വരും. അത്തരത്തിലുള്ള പ്രമേയത്തിന്റെ വ്യത്യസ്തതയുണ്ടോ ശരിക്കും? വിനോദത്തിന്റെ വാഴയ്ക്ക് വേറൊരു ഡെഫിനിഷൻ നമുക്ക് മൈൻഡിലുള്ള ഒരു സാധനം അത് ചിലപ്പോൾ മാറി കിട്ടും. ഓക്കെ, ആ ഒരു തോന്നല് കൃത്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ മക്കളെയാണ് വാഴ എന്ന് പറയാറ് അല്ലെ. എവിടേക്കും മലയാളക്കരെ ഒരുപക്ഷെ മലയാള സിനിമ പ്രേക്ഷകർ അത്രത്തോളം നമ്മോട് ചിരിപ്പിച്ച് രണ്ട് പ്രഗത്ഭരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സിർക്കയും നോബിച്ചേട്ടനും ആർമാദിക്കുന്നുണ്ട് അല്ലെ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകരോട് ചോദ്യം, മക്കൾ മാറി അപ്പന്മാര് വാഴയോളം ഇത് കാണാൻ പറ്റുമോ? അതെ അതെ, ഈ അതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കാരണം ഈ സമകാലികമായിട്ട്, കാരണം നവമാധ്യമങ്ങളിൽ ഇത്രത്തോളം വരുന്ന സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് നമ്മൾ ഇത്രയും പദപ്രയോഗങ്ങളൊക്കെ കാണുന്നത്. ഈ പണ്ട് കാലത്ത് ഒരു പക്ഷേ നസീർക്കാരെ ചെറുപ്പകാലത്ത് ഈ വാഴപ്രയോഗം തന്നെ അന്നും ഉണ്ടോ ശരിക്കും? ഇത് കൂടുതലുണ്ടായിരുന്നു വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തില് ആദ്യം വരുന്നത് അന്ന് ഇവനെ ഉപ്പ് വളർന്നു ഫുഡിന്റെ കൂടെ കാണാൻ വന്നവർക്ക്. അന്ന് എങ്ങനെയാണ് മൈക്കൊക്കെ ചേട്ടാ? മൈക്കൊന്നും ഇല്ല, ഉച്ചത്തി വിളിച്ചു പറയും. ഇത് ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്നേ വാഴപ്രയോഗം തുടങ്ങുന്നതെന്ന് പറയും. ഈ പലപ്പോഴും നമ്മൾ ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഈ അപ്പന്മാർ കൂടുതൽ പറയുന്നത് മക്കളോട് ശാസിക്കുന്ന ഒരു കാര്യം ഈ മുടി വെട്ടുന്ന കാര്യത്തിലായിരിക്കാം. എന്നിട്ട് ചിലപ്പോൾ ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ഈ പഴയ ആൽബത്തിലൊക്കെ നോക്കുമ്പോൾ ഈ അപ്പൻ്റെ കല്യാണ സമയത്തൊക്കെ ഉള്ള ഫോട്ടോ കാണാം. അന്ന് അല്ലെ മൺ വളർത്തിയിട്ട് അത് സ്റ്റൈല്, അതായത് പണ്ട് ഹെവി വാഴ ആയിരുന്നവരൊക്കെ ആയിരിക്കും ഇന്ന് ചെറിയ വാഴത്തരം കാണിക്കുന്നവരോട് ശാസിക്കുന്നതെന്ന് പറയും. ഈ എല്ലാ കാലഘട്ടവും അതിൻ്റെതായ പ്രായത്തിൽ
ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ല ഓരോ പിന്നീട് ശാസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ശരിക്കും വാഴ സിനിമ ശരിക്കും പറഞ്ഞു വെക്കുന്ന ഒരു നർമ്മം ഇത് തന്നെയാണോ? ഒരു നർമ്മം വാഴ സിനിമ ഈ പറയുന്ന പോലെ ഫുള്ള് നർമ്മത്തിൽ കൂടെ പോകുന്ന ഒരു സിനിമയല്ല. ആവശ്യത്തിനുള്ള നർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഇവരുടേതായിട്ടുള്ള, അതായത് ഇവരുടെ ഒരു ചെറുപ്പം തൊട്ടുള്ള അവർ ജനിച്ചു തുടങ്ങിയ ഒരു 26-27 വയസ്സ് വരെയുള്ള ഒരു ട്രാവലിങ്ങിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഈ ബോയ്സിൻ്റെ കഥകൾ പറഞ്ഞു പോകുന്നതിലൂടെ. അപ്പോൾ അതിനകത്ത് നർമ്മങ്ങൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യം ഫാമിലി ഡ്രാമയും ഇമോഷൻസും ഒക്കെ ഇടകലർത്തി പോകുന്ന ഒരു സിനിമയാണ്. ഇത് എവിടേക്കോ പക്ഷം ചേരുകയല്ല, പക്ഷെ നമുക്ക് എവിടേക്ക് തോന്നും ഈ വാഴകൾ എന്നുള്ള പ്രയോഗത്തിന് എപ്പോഴും എന്തുകൊണ്ടാണ് ഈ ആൺമക്കളെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളത് അല്ലേ? ഇതിന്റെ തന്നെ ഒരു ക്യാപ്ഷൻ ഉള്ളത് അല്ലെ, ഒരു ബില്യൺ ബോയ്സിന്റെ കഥയാണ്. ഈ പെൺമക്കൾ എന്താ ശരിക്കും എന്ത് വാഴകളാവാത്ത? ശരിക്കും ഇവരും ഈ മാതാപിതാക്കളുടെ ഉദ്ദേശത്തിനനുസരിച്ച് എപ്പോഴും അവരുടെ ദീർഘവിഷയത്തിനനുസരിച്ച് മക്കൾ പോവാതിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ വാഴ പ്രയോഗം അല്ലെ? എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഒരു സംഭവം പെൺമക്കളെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പെൺകുട്ടികൾക്ക് അമ്മമാരുടെ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയും. പക്ഷെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പന്മാരുടെ തുറന്നു പറയുന്നത് ഇച്ചിരി കുറവാണ്. അങ്ങനെ പെട്ടെന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവര് സുഹൃത്തുക്കളായിട്ട് അതുകൊണ്ട് എങ്ങനെ വ്യത്യാസം? പക്ഷെ അതും വാഴയും തമ്മിലപ്പോ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിക്കും. അല്ല ഞാൻ പറയുന്നത് വാഴയുടെ കാര്യമല്ല. നിങ്ങൾ വാഴയുടെ കാര്യം പറഞ്ഞെടുത്ത് നിങ്ങൾ വേറെ പെങ്കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മ ഡിഫറന്റ് ആണ് ഞാൻ ചോദിച്ചത്. അല്ല ഞാൻ അല്ല നേരത്തെ പകരം ചോദിച്ചാ അതാണ് ഇഷ്ടപ്പെട്ട പഴയ അവിടെ നിൽക്കുന്നതല്ലേ പക പോയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. 21-ാം അല്ല ശരിക്കും അതെ ഇല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടല്ല അങ്ങനെ പറയുന്നുണ്ടാവും? അതിന് ഉത്തരം ഇല്ല. ഇപ്പൊ നമ്മള് ഈ കൂടുതലും ആൺകുട്ടികളെ ഫോക്കസ് ചെയ്ത് പറയുന്നോണ്ടാണ് നമ്മൾ ആ ചോദ്യം വന്നത്. അത് തന്നെ പറഞ്ഞു. അല്ലാതെ പെൺകുട്ടികളെയൊക്കെ പറയുന്നുണ്ടാവും, ഇവക്ക് വരും എന്ന് പറയുന്നുണ്ടാവും ചിലപ്പോ. പക്ഷെ കൂടുതലും ആണുങ്ങളിലാണ്. അതിപ്പോ എന്താണ് ആ ഒരു പക്ഷം ചേർന്നു അല്ലെ? ഇത് ശരിക്കും നോബിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി നർമ്മത്തിൽ നിൽക്കുമ്പോഴും ഒരു റിയൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു അപ്പൻ എങ്ങനെ ഫേസ് ചെയ്യണം ലൈഫിനെ കൃത്യമായി കണ്ടൊരാളും കൂടിയാണ്. ഒരു അപ്പനുണ്ട് ഒറ്റപ്പെടൽ, അപ്പനും ഉണ്ട് മക്കളായിട്ട് സംസാരിക്കാൻ പറ്റേണ്ട സാഹചര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് സംസാരിച്ചുള്ള വ്യക്തിയാണ് അല്ലെ? അല്ല ഞാൻ ഇപ്പോഴും തന്നെ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ മോനെയാണ്. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പനും അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പ ഒറ്റാക്കിയുള്ളൂ. ശരിക്കും അമ്മയുടെ മരണത്തിന് ശേഷമാണ് ശരിക്കും ഈ അപ്പന്റെ ഒരു സ്റ്റേജ് കുറേ കൂടി റിയലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പപ്പ ഒരു ഭാവമാണ്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടും നമ്മളെ അങ്ങനെ വഴക്കുറത്തിൽ അങ്ങനെ ബഹളമുള്ളൊരു ഫാദർ അല്ല പുള്ളിക്കാരൻ. പുള്ളി അതുകൊണ്ട് എനിക്കും പുള്ളിയുടെ അടുത്ത് പുള്ളി എന്നെക്കാളൊക്കെ കുഞ്ഞാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇതല്ല ഞാൻ പറയാം സൈസിന്റെ കാര്യത്തിലൊക്കെ ഒരു പവണം. അപ്പൊ അതുകൊണ്ട് എന്നാലും എനിക്ക് പുള്ളി ഇപ്പം ബഹുമാനം പേടിയുണ്ട്. നമ്മളൊരു തലമുറപ്പെട്ടൊരു ഞാനൊക്കെ ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും ഇപ്പോഴത്തെ ഞാനൊന്നും നമ്മുടെ ജംഗ്ഷനിൽ പോലും ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. എപ്പോഴും അങ്ങനെ വലിക്കാൻ തോന്നിയാൽ പോലും ഒളിച്ച് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി വീട്ടിൽ പോയിരുന്ന അച്ഛനും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേടിച്ച് വളർന്നൊരു സമയമുണ്ട്. പക്ഷേ ഈ സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിലും എന്താണെങ്കിൽ പോലും ആദ്യം ആരും അറിയരുന്നുള്ള സ്റ്റേജും അത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് അറിഞ്ഞൊരു ലൈസൻസ് കിട്ടിയ പോലെ പിന്നെ എല്ലാവരും കാലിക്ക് വലിക്കുക അങ്ങനത്തെ സ്റ്റേജിലോട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. എവിടെയൊക്കെ നമ്മൾ കുറച്ച് ഒരു ഫണ്ണായിട്ട് സൗഹൃദമായിട്ട് കണക്കാക്കുക. ഒരു പക്ഷേ അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് വെള്ളടിക്കുന്നതോ സീറ്റ് വലിക്കുന്നതോ ഒക്കെ പറയാറുണ്ട്. സിനിമകളിൽ കാണുന്ന പോലെ റിയൽ ലൈഫിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ സൗഹൃദം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിക്കില്ല. ഇല്ല. കഴിക്കില്ല, സ്മോള് കഴിക്കില്ല. ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കമ്പനി. നേരത്തെ അവള് പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ മിനിസ്ട്രിയിലായിക്കോട്ടെ സാധാരണ പറയും ഈ ആക്ഷൻ കട്ടിനിടയ്ക്കാണ് അഭിനയം എന്നുള്ളത്. ഇപ്പൊ ജോമൻ ബ്രോനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഴിഞ്ഞാറാട്ടുണ്ട്, അതല്ലാതെ ഓഫ് സ്ക്രീനിൽ അതുണ്ട്. ഇന്റർവ്യൂവിന് വരുമ്പോ എവിടേക്കോ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു പക്ഷെ HM റൂമിലിരിക്കുന്ന അതേ ഫീലില് ഒതുങ്ങി അപ്പന്റെ അടുത്തിരിക്കണോണ്ടാണോ? അതുകൊണ്ടല്ല, സോഷ്യൽ മീഡിയ പേടിച്ചിട്ടായിരിക്കും. നമുക്കൊരു ചെറിയ ഈഗോ. എന്താണ് ഈ ന്യൂസ് പേപ്പറിന്റെ ഡ്രസ്സും പരിപാടിയൊക്കെ ഇട്ട് വെറൈറ്റി അല്ലേ? ഒരു ഒറ്റം കൂട്ടത്തിന്റെ ഫീലാണ്. അല്ല ബ്രോക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു വാഴയാവുക. എന്നെ കൂടി വഴിയാക്കാനാണോ? ഇത് ശരിക്കും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പാണ് കൂട്ടത്തിൽ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിംഗിൽ എടുത്തുള്ള സന്തോഷങ്ങൾ ഉണ്ടായത്. ഇതിപ്പോ മുതൂല് എഴുതി ഇത് മുതുക്കൻ വാഴ എന്ന് പറയുന്നത് ഇത് ഊരിയിട്ട് എന്റെ 6 പാക്ക് കാണിക്കണ്ടല്ലോ.
സെറ്റാണല്ലോ അല്ലേ? നീറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ജോമോബ്രോനെ എടുത്തു പറയേണ്ട കാര്യം സാധാരണ രീതിയിൽ ഈ സിനിമ ആക്ച്വലി ഇപ്പൊ ശരിക്കും അഭിപ്രായം വരുന്നു, റിവ്യൂ വരുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നില്ലെങ്കിൽ അതിന്റെ തിയേറ്റർ റിലീസ് കഴിയുമ്പോൾ ഒരു അഭിപ്രായം വരും, അത് കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ അതൊരു മറ്റു അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായങ്ങളിൽ വ്യത്യാസപ്പെടാറുണ്ട് അല്ലേ? ഇതൊന്നു ജോമോബ്രോയ്ക്ക് കിട്ടിയൊരു കാര്യം ഗുരുവായൂരമ്പലനടയിൽ ഒന്ന് വലിയൊരു വിജയം അതിന്റെ ആഘോഷിക്കുമ്പോഴും എല്ലാവരെയും തുല്യരായിട്ട് ഇങ്ങനെ റിവ്യൂ പറയുന്നതിന്റെ കൂട്ടത്തിൽ OTT വന്നു കഴിഞ്ഞിട്ട് അമ്മാതിരി ഹൈപ്പ് കിട്ടിയൊരു വ്യക്തി കൂടിയാണ്. ആ ക്യാരക്ടർ എത്രത്തോളം പോർട്രേറ്റ് ചെയ്ത് എടുത്ത് പറയുന്നു. മകനെ കുറിച്ച് പറയുമ്പോൾ അപ്പന അത്ര സുഖിക്കുന്നില്ല. അല്ല, എനിക്കല്ല അവന്റെ സന്തോഷമായിരുന്നു നമുക്ക്, എനിക്കത് കണ്ടപ്പോഴേ. അല്ലാണ്ട് നിവർത്തിയില്ല, വളർന്നോണ്ടിരിക്കുന്നു. അറിയാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു സീനും അതായിരുന്നു. അത് രോമാഞ്ചത്തിലായ പോലെ അവന്റെ നല്ല ഗംഭീര പ്രകടനമാണ് മൊത്തത്തിൽ അല്ലേ? അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ തിളങ്ങിക്കണ അവനാണ്. അപ്പനായിട്ട് അവന് നമുക്ക് ചാൻസ് കിട്ടി വന്നിട്ടുണ്ട്. ഇത് എവിടേക്കോ എന്നുള്ള രീതിയിലേക്ക് ശരിക്കും അപ്പൻ അഭിമാനം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഫീലില് നോബിച്ചേട്ടൻ സംസാരിക്കുന്നത്. അല്ല, ആ ക്യാരക്ടർ വിട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ചേട്ടൻ തന്നെയാണ് ഡിഫറൻറ്റ്. പക്ഷെ ഒരു ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെ കള്ളത്തരം മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ശരിക്കും ആ ചോദ്യം വന്നിരുന്നോ നോബിച്ചേട്ടൻ? ഇപ്പൊ തന്നെ എന്തിനാ അപ്പനായിട്ട് ഇത്ര വലിയ മകന്റെ അപ്പനായിട്ട് അഭിനയിക്കണേന്നൊക്കെ ഒരു ചോദ്യം വന്നിരുന്നു. അല്ല, നമ്മൾ ക്യാരക്ടറായി കഴിഞ്ഞാൽ അപ്പോഴാണ് അപ്പനായി മാറുമല്ലോ. ആക്ഷ പറഞ്ഞ പിന്നെ നമ്മൾ അപ്പനായി നിവൃത്തിയില്ല. ഇനി അപ്പനാടൊക്കെ നിന്നാ കൊള്ളാം. അവിടെ ആക്ഷേപം മാത്രം എന്താടാ അന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ക്യാരവന് വരുന്ന അക്ക് ചെക്ക് ഈ കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ ബൈബായി. ഈ അപ്പനാവണെ കുറച്ച് ഒരു സീരിയസ് അല്ലെ സ്വഭാവം വേണം. ഇത് എവിടേക്കോ ഈ ബിഗ് ബോസിന് ശേഷമാണ് നോവ് ചാനലിൽ കുറച്ച് അപ്പനാവാനുള്ള ഒരു പക്വതയും സീരിയസ് സ്വഭാവം ഉണ്ടെന്ന് മറ്റേ ആ സ്വാതന്ത്ര്യം ഇതിന്റെ ദേഷ്യം വരുന്നത്. അതായത് ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുക നിസിർക്ക്. എന്തായാലും ഈ മിമിക്രിയിലെ എപ്പോഴും കിങ് എന്ന് പറയും. ഈ അനുകരണത്തിൽ പകരം വെക്കാനില്ലാത്ത താരമാണെന്നുള്ള വിശേഷങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിൽ നോബിച്ചേട്ടൻ എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ അത് ശരിക്കും കോവിഡ് കാലം ശരിക്കും പരീക്ഷണ കാലഘട്ടം കൂടിയാണല്ലേ? ശരിക്കും അത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹേഷ് മിംസും അതുപോലെ സിദ്ദീഖ് റോഷൻ പോലെ കുറെ പേരെ നിസിർക്ക് തന്നെ ഓപ്പണായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ സാധ്യതകൾ കുറെ കൂടി അവർക്ക് കിട്ടുന്നത് നവമാധ്യമങ്ങൾ കുറെ കൂടി കഴിവുണ്ടാണ്. പ്രത്യേകിച്ച് മഹേഷ് കുഞ്ഞിമാൻ എന്ന് പറയുന്ന മിമിക്രി കലാകാരൻ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു തലമുറയിൽ കുറേ തലമുറയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അയാൾ മിടുക്കനാണ്. അത്രയധികം പെർഫെക്ഷനോട് കൂടി വളരെ ഈസി ആയിട്ട് അനായാസമായിട്ടാണ് അനുകരിക്കുന്നത്. മറ്റേത് നമ്മളിപ്പോൾ മിമിക്രി ഇപ്പോൾ ശബ്ദം അനുകരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു തയ്യാറെടുപ്പുണ്ടാവും. ആ ശബ്ദത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉണ്ടാവും. അയാൾ അതുപോലും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. മിടുക്കനാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വന്നല്ല, കഴിവുണ്ടെങ്കിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് പോവുക എന്നുള്ള സംഭവം അതിൽ ചേർത്ത് വെക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോംബ്രോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അത്രയും മലയാളികളെ സ്വീകരിക്കുന്നത് ശരിക്കും ആടലോടകത്തിന്റെ ലാലേട്ടനൊക്കെ ആയിട്ട് കണ്ടു. അത്ര സ്വീകാര്യത കിട്ടി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ചെയ്ത വേഷങ്ങളും അത്ര സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ട് വേഷങ്ങളോട് സിനിമയ്ക്കുള്ള അവസരങ്ങൾ കിട്ടുന്ന കുറെ കൂടി എളുപ്പകരമാവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഇതിൽ തന്നെ ഹാഷറൊക്കെ വരുന്നങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം വ്യക്തികൾ അതുപോലെ നവമാധ്യമങ്ങളോട് കയറി വരുന്നുണ്ട്. നോബിച്ചേട്ടനും നിസിർക്കൊക്കെ ഇതേപോലെ വേദികളിൽ കുറെ വർഷങ്ങളായിട്ട് ഇതുപോലെ പെർഫോം ചെയ്ത് ആർട്ടിസ്റ്റുകളായിട്ടുള്ളതാണ്. ഈ എൻട്രി കുറെ കൂടി എളുപ്പമാക്കുന്നുണ്ടോ സിനിമയിലേക്കുള്ളത് ഈ നവമാധ്യമങ്ങൾ എന്നുള്ളത്? അല്ല, അത് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ, അതായത് സംവിധായകന്റെ ഒരു എഴുത്തുകാരന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒത്തിരി കടമ്പകൾ കടക്കണമായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാം അവർ കാണണം, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നമ്മുടെ ഒരു വീഡിയോ എത്തണം, അല്ല നമ്മൾ അവരെ പോയി ഈ ലൊക്കേഷനിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയി കാണണം, കാത്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇന്നിപ്പോൾ അത് വേണ്ടല്ലോ. നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് എന്തൊരു സാധനം എടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് വൈറലാകുന്ന സാധനമാണെങ്കിൽ അത് എത്തി ഒറ്റ ദിവസം കൊണ്ട് അയാൾ സ്റ്റാറാണ്. പിന്നെ അവനെ തേടി അവർ വരും. അതെ. ജംബ്രോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നവമാധ്യമങ്ങളെ സ്വീകാര്യത കൃത്യമായിട്ട് കണ്ടതാണ് അല്ലേ? പ്രത്യേകിച്ച് അമ്പലനടയിൽ ഉയരുന്ന സമയത്താണെങ്കിൽ പോലും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ മിനിസ്ക്രീനിൽ നിന്നുകൊണ്ട് ബിഗ് സ്ക്രീനിലോട്ട് വരുമ്പോൾ ഒരു മാറ്റത്തെ എത്രത്തോളം ഈ പ്രകടമാണ്, ആ മാറ്റത്തെ എത്രത്തോളം ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ളത്. പക്ഷെ വേഷം കൊണ്ട് അങ്ങ് പൊളിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.
ഈ കൃത്യമായിട്ട് ഈ ഒരു ഫൺ കൈകാര്യം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഒരു പക്ഷേ ഒരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയിട്ടോ എന്നുള്ള രീതിയിലേക്ക് ഈ വേഷങ്ങൾ വരുമ്പോൾ ഈ ഒരു ചിന്ത മുൻവിധിയോടുകൂടി തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ഈ രീതിയിലേക്കാവോ പ്രേക്ഷകർ എടുക്കുക അല്ലെങ്കിൽ എടുക്കുക കുറച്ചും കൂടി? ഗുരുവായൂരമ്പലം നടയിൽ കഴിഞ്ഞിട്ട് എനിക്ക് 2-3 പടം വന്നു. അതില് ഒരു 1-2 ഈ കല്യാണം മുടക്കാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. ഓക്കെ, ഒരു ടൈപ്പ് കാസ്റ്റ് കണക്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ. അത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. വേറെ പരിപാടി പിടിക്കുക എന്നുള്ളത്. കാരണം എല്ലാ പടത്തിലും നമ്മൾ പോയി ബഹളം ഉണ്ടാക്കി അരുമുണ്ടാക്കേണ്ട. എനിക്ക് പോലീസ് സ്റ്റേഷൻ വരുന്ന പോലെയാണോ? പോലീസ് എനിക്ക് കിട്ടും. കേരള പോലീസിൽ ഷാജോണ്ട് കിട്ടി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതിന് മുമ്പ് സുരേഷ് കൊടുക്കണേ, സുരേഷ് ഗോപി കൊടുക്കണേ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഷാജോന്റെ പേര് വലിച്ചുകൊണ്ട് ഒരു കാര്യം കറങ്ങുന്നുണ്ട്. അല്ല ഇപ്പൊ പറയും, ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് അസീസ്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും കൺഫ്യൂഷൻ ആയിപ്പോ. കാരണം ഒരേ സമയം ഇത് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന രീതിയിലേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ചെയ്താൽ ഇത്രയും അവസരങ്ങൾ പോവാണ്. കാരണം ഒരു സിനിമയെ കണക്ട് ചെയ്തിട്ട് അടുത്ത സിനിമയിലോട്ട് വരാം അല്ലേ? ഇപ്പൊ ഗുരുവായൂരമ്പലം നടയും ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വാഴയിലേക്ക് വരുന്നതുണ്ടെങ്കിൽ പക്ഷെ അത്രയും സിനിമകൾ ആ ഫിലിം മേക്കേഴ്സായിട്ട് അടുത്ത സിനിമയിലോട്ട് വരാം. അപ്പം ഇങ്ങനെ അവസരം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലേക്ക് കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. നമുക്ക് ഒരു പരിപാടി കഴിഞ്ഞ് അത് അതുപോലത്തെ ഒരു 5-6 പരിപാടി ചെയ്താൽ കുഴപ്പമില്ലെന്ന്. പക്ഷെ എല്ലാം അങ്ങനെ ചെയ്ത് വേറൊരു പരിപാടി ആയി പോകുന്നൊരു പേടിയുണ്ട്. അപ്പൊ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുമ്പോൾ 2 ദിവസം ഷൂട്ടാണെങ്കിലും എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു ഞാൻ പറഞ്ഞില്ല, കല്യാണം മുടക്കുന്ന പരിപാടി ഒരു 3-4 തവണ വന്നാൽ അടുപ്പിച്ചാൽ തന്നെ വന്നു. കഥ കൃത്യമായിട്ട് അങ്ങനെ തന്നെ 1-2 പരിപാടികൾ എനിക്ക് ഇതുപോലെ ഇന്റർവെല്ലിന് മുമ്പ് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ തീരുന്നു. കല്യാണ പരിപാടിയൊക്കെ വന്നിട്ട് കല്യാണം മുടക്കുക അങ്ങനെയൊക്കെ 1-2 പരിപാടി വന്നായിരുന്നു. അല്ല ഇപ്പൊ ഓരോന്നിനെ കട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ കല്യാണം മുടക്കി സ്റ്റാർ എന്നുള്ള പേര് ചിലപ്പോൾ എവിടേക്കോ ഇപ്പൊ നമ്മൾ ആരായിരിക്കണം എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് മുമ്പേ ചിന്തകളാണ്. ഒരുപക്ഷെ പാരന്റ്സ് കണ്ടിട്ടായിരിക്കാം ഈ ആഗ്രഹ സഫലീകരണം പൂർത്തീകരണമൊക്കെ മറ്റൊരാളിലേക്ക് കൂടി എന്നുള്ള രീതിയിലേക്ക് പറയുന്നതല്ലേ? എവിടേക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? പിന്നെ ചേട്ടൻ തോന്നുന്നു നമ്മുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ അത് മറ്റുള്ളവരുടെയും കൂടി ആയിരിക്കാം, അതിനൊരു സംതൃപ്തി. ഒരു കാര്യം ഞാൻ പറയാം, എന്താ പറയുക, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പാച്ച് യൂസ് ചെയ്യുന്നിട്ടുള്ള ആളാണ്. ഞാൻ എന്നാണ് വിഗെടുത്ത് സിനിമയിൽ അഭിനയിക്കുന്നത്, എൻ്റെ ഫാദറിൻ്റെ ഷേപ്പാണിത്. ഈ പടത്തിൽ കാണുന്ന രൂപമാണ് എൻ്റെ ഫാദറിൻ്റെ ഒരു പഴയ ഷേപ്പ് എന്ന് പറയുന്നത്. മൂപ്പരുടെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ളത്. ചിലപ്പോൾ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ആയിരിക്കാം കാണുന്നത്. ആ രൂപത്തിലേക്ക് എത്തിയപ്പോഴാണ് എന്നെ സ്വീകരിച്ചു തുടങ്ങിയത്. ശരിക്കും ഇത് വാപ്പ തന്നെയാണ് വരുന്നത്, എവിടെയൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെന്നുള്ള രീതിയിലേക്ക്. ഞാൻ എന്താണ് ഈ റാണി ചിത്ര മാർത്താണ്ഡെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടായിരുന്നു. അതിലിങ്ങനെ അച്ഛനും മകൻ തമ്മിലുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നും എൻ്റെ പിതാവ് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന പോലെ നമുക്ക് തന്നെ തോന്നും. അത്രയും സിമിലാരിറ്റി അതിലെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കലക്കൻ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്റെയാണോ? ഇത് ശരിക്കും നോബിച്ചേട്ടനൊപ്പം ഇങ്ങനെ കാറും എന്നുള്ള രീതിയിലേക്ക് ആരാന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ വന്നിരുന്നു. നോബിച്ചേട്ടൻ വണ്ടിയാണോ? അല്ലല്ലല്ല, ഞാൻ ഇവിടെ സെറാമിക്കയില്ല വണ്ടി, അവിടെ പോയപ്പോ അവിടെ ഞാൻ ഏതോ സിനിമയുടെ പോസ്റ്റർ. പക്ഷെ ആക്ച്വലി ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ വരുന്ന പോലെ നോബിച്ചേട്ടൻ വില്ലൻ വേഷത്തിൽ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അതിൽ ഏതാണ് അംബാസഡർ ഏതാണ് നോബി എന്ന് പറയേണ്ടി വരും. മറുപടി പ്രതീക്ഷിക്കുന്നു. അത് പേടിക്കണോ? എന്തിനാടാ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെയാ. പൂച്ച മാത്രം വിചാരിക്കും ഇരുട്ടാന്ന്, ബാക്കിയുള്ളവർക്കെല്ലാം പകല്. ബാക്കി എല്ലാവരും ചീത്ത പിടിക്കില്ല. ഇപ്പൊ എപ്പോഴും കേൾക്കണല്ലേ, ചിലർക്ക് ഇത് വായിക്കുന്നത് ആനന്ദമാണ്. നിനക്കത് ശീലമാണ്, എനിക്കത് വളരെ കുറച്ച് മേടിച്ച് ശീലിച്ചിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോഴും ഇത് പറയുന്ന രീതിക്കാണ് പ്രശ്നം, കേൾക്കുന്നവരെടുക്കുന്ന ഇതിന്റെ എന്താ തോന്നുന്നു ശരിക്കും? നമ്മളങ്ങനെ ഇപ്പം എല്ലാത്തിനും ഇത് നോക്കിയാൽ നമുക്ക് അങ്ങനെ എന്ത് സംസാരിക്കാൻ പറ്റും? ഒന്നും പറയാൻ പറ്റാതെ വായും പൂട്ടിയിരിക്കേണ്ടി വരും. എത്ര കാര്യങ്ങൾക്ക് ഇതുപോലെ പ്രതികരിക്കുന്നുണ്ട്? ഒന്നിനും പ്രതികരിക്കാതെ. നീ പ്രതികരിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? പ്രതികരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് പ്രതികരിക്കാച്ചാല് ഒരു പക്ഷെ ചിലത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ള രീതിയിലേക്കായിരിക്കും പറയുന്നുണ്ടാവും. ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് ഇത് വിഷമം ഉണ്ടാവും, പക്ഷെ അത് അതിൻ്റെ രീതിക്ക് എടുക്കും, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട് പോകുന്നുള്ള രീതിക്ക് ഉണ്ടാവും. ഇതിന്റെ മെജോറിറ്റി ആളുകൾ ഇപ്പുറത്തേക്ക് മാറി തുടങ്ങി അല്ലെ, ഇത് കേട്ട് അതിന് പക്ഷം ചേരുക എന്നുള്ളത്.
അത് ശരിയല്ല, അതിനൊരു പ്രശ്നമുണ്ട്. അതെ, 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 അതെ. പക്ഷെ ഒരു വർഷം മുമ്പ് ഈ വേദികളിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രശ്നമായി കണ്ടിട്ട് ആർട്ടിസ്റ്റുകൾ കണ്ടിരുന്നു എന്ന് തോന്നുന്നില്ല, ആണോ? എങ്ങനെ എടുത്തിരുന്നത്? ഇതൊരു രസമായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ അകത്തൊക്കെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് പ്രശ്നം. അതെ, നമ്മൾ ഈ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാതിരുന്നാൽ മതി. ഈ അങ്ങനെ ഈ മുമ്പത്തെ സിനിമകളിലെ പല സീനുകളും ഇവിടെ വരുമ്പോ കട്ട് ചെയ്ത് പോകേണ്ടി വരും, അങ്ങനെ തോന്നാറുണ്ട്? അല്ല, അങ്ങനെ നോക്കിയാൽ അല്ലേ സിനിമ ഉണ്ടാവും. ഇപ്പൊ അമ്പലനടയിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെ, ജയജയിൽ പോലെ ഇപ്പൊ ഇവിടെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് കുറച്ചൊരു ഫാസ്റ്റ് മൂഡിലോട്ട് പോകുന്നൊരു പരിപാടി ഉണ്ട്. നമുക്കിത് മുമ്പ് വെട്ടം സിനിമയിലും പോയിലൊക്കെ കണ്ടാണ്. അത് ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ ക്ലൈമാക്സിലേക്ക് മുമ്പ് കണ്ടതും ആ ഒരു ട്രാക്ക് പിടിച്ചാണ്. വാഴയില് ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതേപോലെ കുറേയേറെ റണ്ണിങ് സീൻസ് ആണെന്നുണ്ടെങ്കിലും സ്കൂൾ കോമഡി ആണെങ്കിലും ഇതിൽ എത്തരം കുറച്ചൊരു ഫാസ്റ്റ് പരിപാടികൾ പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഉണ്ടോ? ഫാസ്റ്റ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഒരേ സമയം സ്ക്രീനിൽ വന്ന് ശരിക്കും സ്കൂൾ തന്നെയാണോ പഴയ? കോളേജ് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനിച്ച് 27 വയസ്സ് വരെയുള്ള ട്രാവലാണ്. ഒരു കുഞ്ഞ് ജനിച്ച് 27 വയസ്സ് വരെ പല കാലഘട്ടം, അവൻ്റെ സ്കൂൾ കാലഘട്ടവും ചെറുപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു വളർച്ചയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അവരൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് വരെയുള്ള അല്ല, അങ്ങനെ പറയാൻ പറ്റും. ജോമോൻ ബ്രോ, എന്തായാലും ഗുരുവായൂർ അമ്പലനടയിലെ ഈ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട് അല്ലെ? ശരിക്കും വാഴയിലോട്ട് വരുമ്പോൾ ശരിക്കും ക്യാരക്ടർ വരുമ്പോൾ ഈ വാക്കുകളുടെ അമ്മാനമാടൽ വേണ്ടി വരുന്നില്ല എന്നിരിക്കാം. എങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ വാഴ എന്ന് വെച്ച് കണക്ട് ചെയ്ത് പ്രാസം ഒപ്പിച്ച് എന്തെങ്കിലും വാക്ക് പറയാൻ പറ്റുമോ സിനിമയെ കുറിച്ച്? എന്തെങ്കിലും ടാസ്ക് കൊടുക്കണ്ടേ അല്ലേ? എനിക്ക് അത്ര കുഞ്ഞു തലച്ചോറ, അത്രയും വാക്കുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ. ഈ സമയം കൊണ്ട് ഇപ്പൊ വാഴ വെച്ച് കുറച്ചാണ് അല്ലേ? അതാണ് പടം. ഇങ്ങനെ ഇരുന്ന് പോകുന്നില്ല. ആ കിട്ടി എന്തോ വരും. ആ കിട്ടിയ സംഭവം വന്നിട്ടുണ്ട്. വാഴ വെച്ചൊരു പ്രാസം ഴാ വെച്ച് വരുന്ന പോലെ പ്രാസം വെച്ച് വാഴനെ ഒരു പ്രൊമോഷൻ ആക്കാനുള്ളത്. പിക്കപ്പ് ലൈൻ ആണ്. ആ പിക്കപ്പ് പോലെ നിൽക്കുകയാണോ? വേണേ മഴയൊക്കെ കൂട്ടി ചേർക്കാൻ വേണമെങ്കിൽ, കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അല്ല, ഞാൻ രാവിലുള്ള വാക്കുകൾ ഇങ്ങനെ ആലോചിച്ചപ്പോ മഴ കിട്ടി. മഴ വരാം, പഴം വരാം. നാട്ടില് പാഴ്, പടത്തില് വാഴ. ഒന്നുകൂടെ പറഞ്ഞു. നാട്ടിലെ പാഴ് അത് കൊള്ളാം. നാട്ടിലെ പാഴ്, നാട്ടില് പാഴ്, പടത്തില് വാഴ. പിന്നെ ഒന്നുകൂടെ വേണം. വീട്ടില് കൂഴ. നാട്ടിലെ പാഴ്, വീട്ടിലെ വാഴ. കൂടുതല് പാഴ്, നാട്ടില് വാഴ, വീട്ടില് കൂഴയുണ്ട്. അല്ലെങ്കിൽ വീട്ടില് പാഴ്, നാട്ടില് വാഴ എന്നിട്ട് പിന്നെ സ്കൂളില് കോഴി. ഊഴെന്താ? കൂഴ 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 എന്ന് പറയുന്ന തിരുവനന്തപുരം ഭാഷയുണ്ട്. എന്താ മീനിങ്? കൂഴ എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറയുന്നത് ഈ ചക്കയില്ലേ, അതായത് ഒന്നിനും കൊള്ളാത്തുള്ള ഒരു മീനിങ്ങിലാണോ? അല്ല, കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ വലിയ ഉപയോഗമില്ലാത്ത ചക്ക. അങ്ങനെ ശരിക്കും കൂഴച്ചക്ക നല്ലതാണല്ലോ. കൂഴച്ചക്ക നല്ലതാണല്ലോ. വരിക്കച്ചക്ക എന്നല്ല, കൂഴച്ചക്ക എന്റെ തൊണ്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മടലോടെ എടുത്ത് തന്നെ. അതായത് ഈ കൂടെ ഈ വരിക്കച്ചക്ക തിന്നാൻ ഭയങ്കര ടേസ്റ്റ്. ഈ കൂഴച്ചക്ക എനിക്ക് ഇപ്പോഴും കേറിയില്ല. കൂഴച്ചക്ക തന്നെ എന്റെ തൊണ്ടയിൽ കുരുക്കുന്നുണ്ട്. എന്റെ ആന്റിനെ മോള് കൂഴച്ചക്ക എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് മിക്സി കുരുങ്ങി കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. കൂഴച്ചക്ക നല്ലതാണ്. കൂഴച്ചക്ക പക്ഷെ ഞാൻ നല്ല പടുത്തൊരു ചക്ക തിന്നിട്ട് തൊണ്ടേ കുരുങ്ങി. എനിക്ക് പേടിയാണ് പിന്നെ കൂഴച്ചക്ക കഴിക്കുന്നതിന് പരിധി ഉണ്ടെന്നല്ലേ? എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് അവ സാധനം സെറ്റായി. നാട്ടില് പാഴ്, വീട്ടില് നാട്ടില് പാഴ്, സ്കൂളിൽ പാഴ് അല്ല, നാട്ടില് വാഴ അല്ലല്ലോ, വീട്ടിലെ വാഴ, വീട്ടില് വാഴ, നാട്ടില് പാഴ്, നാട്ടില് പാഴ്, സ്കൂളില് കൂഴ. കൂഴ. അത് നീ പറഞ്ഞു വീട്ടില് പാഴ്, നാട്ടില് കൂഴേ. അല്ല, വീട്ടില് വാഴ, നാട്ടില് പാഴ്, സ്കൂളില് കൂഴ. സ്കൂളില് കായുണ്ട്. വരിക്കായിരിക്കോ?
അപ്പൊ ഒരു ഞാൻ വേണേ വരികയാക്കാം, തിയേറ്ററിൽ വരിക. തിയേറ്ററിൽ വരിക. അത് കൊള്ളാം, അത് കൊള്ളേക്കാം. അത് കൊള്ളാം. Yes. അംഗീകരിച്ചു അവസാനം അല്ലേ? അന്നാ പറയാം. ഒരുമിച്ചാണോ ഓരോരുത്തർ പറഞ്ഞു? അല്ലല്ല, നീ പറഞ്ഞു. നാട്ടില് വാഴ നീ പറ. നാട്ടില് വാഴ. ഓക്കെ. അല്ല, വീട്ടില് വാഴ. വീട്ടില് വാഴ. നാട്ടില് മറ്റേ വാഴ. നീ സ്കൂളില് കൂഴ, തിയേറ്ററില് വരിക. അവസാനം നിസിർക്ക് അത് വിളിച്ചു. അതല്ലേ കൂഴ കഴിഞ്ഞാൽ വരിക. വരിക വരിക്കുന്ന ഉദ്ദേശിച്ചേക്കാം. അല്ല, വരിക. വീട്ടിലെന്തായിരുന്നു? വീട്ടില് വാഴ. വീട്ടില് വാഴ. ഓക്കെ. റെഡി. അത് മറന്നുപോയി. ഓക്കെ, പടത്തിന്റെ പേരാണ്. അതെ. അപ്പൊ വാഴയുടെ പ്രൊമോഷൻ അല്ലെ, കുറച്ച് പിക്കപ്പ് ലൈനിലും കൂടി തുടങ്ങുകയാണ്. അതെ, വീട്ടില് വാഴ, ആ, നാട്ടില് പാഴം, സ്കൂളില് കൂഴ, ആ. തിയേറ്ററിൽ വരിക. വരിക്കാണോ ഉദ്ദേശിച്ചേക്കാം? അല്ല, വരിക എന്നുള്ള. എല്ലാവരും വരിക അല്ലെ. അപ്പൊ എന്തായാലും തിയേറ്ററിൽ എല്ലാവരും വരിക അല്ലെ. വാഴയുടെ കുറച്ച് കുറച്ച് കിടിലം പരിപാടികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ട വാഴയോ വാഴക്കഥകളോ ആയിരിക്കില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അറിയുമ്പോൾ അതിന് പുതിയൊരു നിർവചനം ഉണ്ടായിരിക്കും, പുതിയ കഥകൾ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ നർമ്മ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അപ്പനും മകളും തകർക്കട്ടെ, മക്കള് തകർത്ത് വാരട്ടെ. അപ്പൊ അടുത്തൊരു ഹിറ്റ് കൂടെ സംഭവിക്കട്ടെ. ഞാൻ തുടരട്ടെ. ആ പ്രാർത്ഥനകളാണ് ഞങ്ങൾ. ചെയ്യാം. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഓക്കെ.